പ്രിയ കൂട്ടുകാരെ, 4ാം ക്ലാസ് കിതാബുൽ അഖീദയിലെ 2ാമത്തെ പാഠം അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അപ്പൊ നമ്മള് 1ാമത്തെ പാഠത്തില് വാജിബായ സിഫത്തുകൾ 5 പഠിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി 6 മുതൽ 13 വരെ ഉള്ള സിഫത്തുകളാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ 20 എണ്ണം ഉണ്ട് എന്ന് പഠിച്ചു. അപ്പൊ അതിൽ 13 വരെയാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് തദ്രിബാത്ത് എഴുതാം. 1ാമത്തെ ചോദ്യം, അള്ളാഹുവിന് നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം എഴുതുക. അള്ളാഹുവിന് നിർബന്ധമായ സിഫത്തുകളാണ് വാജിബായ സിഫത്തുകൾ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഈ പാഠത്തിൽ 8 എണ്ണം പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് 3 എണ്ണം എഴുതി കൊടുക്കാം. വഹദാനിയത്ത്, ഏകത്വം; ഇറാദത്ത്, ഉദ്ദേശിക്കൽ; ഹയാത്ത്, ജീവിച്ചിരിക്കാൻ. അങ്ങനെ 3 എണ്ണം നമുക്ക് ഓർഡറിൽ എഴുതാം. പിന്നെന്താണ്, നമ്മുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമ്മുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അതാണ് അള്ളാഹുവിന്റെ കേൾവിയും നമ്മളെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അർത്ഥം എഴുതാനാണ്. അതായത് നമുക്ക് സിഫത്തുകൾ ഇവിടെ തന്നതിൽ അതിന്റെ അടുത്ത് തന്നെ അതിന്റെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ സംഉൻ എന്നതിൻ്റെത് കേൾവി എന്നാണ്. 2ാമത്തത് കുദറത്ത്. കുദറത്ത് എന്ന് പറഞ്ഞാല് കഴിവ്, കുദറത്ത് കഴിവ്. പിന്നെ 3ാമത്തത് ബസറുൻ കാഴ്ച. 4ാമത്തതോ കലാമുൻ സംസാരം. അങ്ങനെ നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ എഴുതി കൊടുക്കാം. പിന്നെ താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം. വാജിബായ സിഫത്തിന്റെ വിപരീതമാണ് മുസ്തഹിലായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഏകത്വം എന്നാണ്. ഏകത്വം എന്ന് പറഞ്ഞാൽ ഒരുവൻ. അപ്പൊ അത് ഏകത്വം എന്നതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അവിടെ ഒന്നിലധികമാവലാണ്. ഏകത്വം 1, വഹദാനിയത്ത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒന്നിലധികമാവൽ എന്നാണ്. അപ്പൊ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെതും വിപരീതങ്ങൾ മനസ്സിലാക്കാം. അവിടെ ആദ്യം ഇൽമാണ് വന്നത്. ഇൽമ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പഠിച്ചത് അറിവ് എന്നാണ്. അപ്പൊ ഇൽമിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അറിവില്ലായ്മ. അപ്പൊ അത് നമുക്കവിടെ അതിന് നേരെ എഴുതി കൊടുക്കാം. പിന്നെ 2ാമത്തത് ഓർഡറിൽ താഴോട്ട് വയ്ക്കുക. പിന്നെ കുദറത്തിന് നമ്മൾ കഴിവ് എന്നാണ്. അപ്പൊ 2 കഴിവില്ലായ്മ. പിന്നെ ബസർ എന്ന് പറഞ്ഞാല് കാഴ്ച. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കാഴ്ചയില്ലായ്മ. ഇറാദത്ത് ഉദ്ദേശിക്കൽ. അപ്പൊ അതിൻ്റെത് ഉദ്ദേശമില്ലാതിരിക്കൽ. പിന്നെ സംഅ് കേൾവി. അപ്പോ കേൾവി ഇല്ലായ്മ, ഓപ്പോസിറ്റ് കേൾവി ഇല്ലായ്മ. കലാമ് സംസാരം. അപ്പോ സംസാരമില്ലായ്മ അതിന്റെ ഓപ്പോസിറ്റ്. ഹയാത്ത് ജീവിച്ചിരിക്കൽ അതിന്. അപ്പൊ അതിൻ്റെത് എന്താണ്? മരണം എന്നതാണ് അതിന്റെ ഓപ്പോസിറ്റ്. പിന്നെ വഹദാനിയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏകത്വം. അപ്പൊ അതിൻ്റെത് വരുന്നത് ഒന്നിലധികമാവൽ. അപ്പൊ അതൊക്കെ തെറ്റുകൂടാതെ അവിടേക്ക് നമുക്ക് പകർത്തി എഴുതി കൊടുക്കാം. പിന്നെന്താണ്, ഉസ്താദിന്റെ സഹായത്തോടെ എഴുതാനാണ്. താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് അള്ളാഹു ഒരുവനാണ്. അത് വഹദാനിയത്ത് എന്നതാണ്. അല്ലാഹു സ്വമദ് അത് ഖിയാമും ബിൻ നഫ്സി എന്നതിന്റെ ഇതാണ്. അപ്പൊ അവിടെ അല്ലാഹു സ്വമദ് ഖിയാമും ബിൻ നഫ്സി. പിന്നെ വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്താണ്? മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ 2ാമത്തെ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സിഫത്തുകള് 5 വരെ നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചു. ഇതില് ബാക്കി 8 എണ്ണം, അങ്ങനെ 13 എണ്ണം പഠിക്കുന്നത് ഓർഡറിൽ തന്നെ പഠിക്കുക. നമുക്ക് എക്സാമിനൊക്കെ ഏത് രീതിയിലും മാച്ച് ചെയ്യാനൊക്കെ വരാം. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.